വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര പരിസരത്ത് നിന്നും ചന്ദനമരം മോഷണം പോയി. ഏകദേശം 10 ഇഞ്ച് വലിപ്പമുള്ള മരമാണ് രാത്രിയുടെ മറവിൽ മോഷണം പോയത്. പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ വണ്ടിപ്പെരിയാർ പ്രദേശത്ത് നിന്നും നടക്കുന്ന രണ്ടാമത്തെ ചന്ദനമര മോഷണമാണ് ഇത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുറഞ്ഞ മാസത്തവണയിൽ 10 ലക്ഷം രൂപയുടെ ചെട്ടികൾ ഓരോ മാസവും 10,000 രൂപ വീതം 100 തവണയിൽ. രണ്ടാം മാസം മുതൽ 7,500 രൂപ മാത്രം. ഇതോടൊപ്പം 3 ലക്ഷം രൂപയുടെ മറ്റൊരു ആകർഷകമായ ചിട്ടി 6,000 രൂപ വീതം 50 മാസം എല്ലാ മാസവും 4 പേർക്ക് ചിട്ടുതുക ലഭിക്കുന്നു. ഇത്രയും വേഗം KSFEയുടെ കുമളി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്ന ഈ ചിട്ടികളിൽ പങ്കാളികളാകൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. KSFE ദുബായ് കോംപ്ലക്സ്, കുളത്തുപാലം ജംഗ്ഷൻ, കുമളി. വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര ക്വാർട്ടേഴ്സിന് മുൻവശത്തായി നിന്നിരുന്ന ചന്ദനമരമാണ് ഇന്നലെ രാത്രി മോഷണം പോയത്. രാവിലെ ആശുപത്രി ജീവനക്കാർ ക്വാർട്ടേഴ്സിന് മുൻവശത്ത് എത്തിയപ്പോഴാണ് മരം മുറിച്ചു മാറ്റിയ വിവരം അറിയുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും അറിയിക്കുകയും ഇവർ എത്തി പരിശോധിക്കുകയും ചെയ്തു. ഏകദേശം 10 ഇഞ്ച് വലിപ്പമുള്ള ചന്ദനമരമാണ് മോഷണം പോയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപും ആശുപത്രി പരിസരത്ത് നിന്നും സമാനമായ രീതിയിൽ ചന്ദനമരം മോഷണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വണ്ടിപ്പെരിയാർ മേഖലയിൽ നിന്നും നടക്കുന്ന രണ്ടാമത്തെ ചന്ദനമര മോഷണമാണ് ഇത്. നെല്ലിമല എസ്റ്റേറ്റ് ബൗണ്ടറിയിൽ നിന്നും മറ്റൊരു മരം കൂടി മോഷണം നടന്നിട്ടുണ്ട്. ഇത് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും ചന്ദനമരം മോഷണം നടന്നിരിക്കുന്നത്. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട് എങ്കിലും മോഷ്ടാക്കളെ പിടികൂടുന്നതിന് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.